ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 30 വരെ നീട്ടി. പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷ 30-ാം തീയതി വീണ്ടും പരിഗണിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. എം മനോജ് ചേരുന്നു. മനോജ് പറയും. രോഹിണി 30-ാം തീയതി വരെയാണ് ദ്വാരപാലക ശില്പ കേസിൽ എ പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതേസമയം തന്നെ പത്മകുമാർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യ ഹർജി, അതായത് നേരത്തെ കട്ടിളപ്പാളി കേസിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്നത് വിജിലൻസ് കോടതി തള്ളിയിരുന്നു. പിന്നാലെ തന്നെ ദ്വാരപാലക ശില്പ കേസിലും ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിൽ ഇന്ന് വിധി പറയാനിരിക്കെയാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നത് 30-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയെയാണ് ആദ്യഘട്ടത്തിൽ സമീപിച്ചിട്ടുള്ളത്. അതിനുശേഷം പത്മകുമാർ കട്ടിളപ്പാളി കേസിൽ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. എന്തായാലും വിജിലൻസ് കോടതി പ്രതികൾക്കൊന്നും തന്നെ ജാമ്യം അനുവദിച്ച് നൽകുവാനുള്ള സാധ്യതയില്ല. നേരത്തെ ജാമ്യ ഹർജി സമർപ്പിച്ചിരുന്ന മുരാരി ബാബു, കെ എസ് ബൈജു, എൻ വാസു അടക്കമുള്ള പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ഇവരുടെ ജാമ്യ ഹർജിയും തള്ളാനാണ് സാധ്യത. നിലവിലിപ്പോൾ പത്മകുമാർ മുന്നോട്ട് വയ്ക്കുന്ന വാദമെന്ന് പറയുന്നത് കട്ടിളപ്പാളി കേസിൽ താൻ മാത്രമല്ല ഒരു കൂട്ടുത്തരവാദിത്വം അത് ദേവസ്വം ബോർഡിനുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും അടക്കം ഇത്തരത്തിലുള്ള വാദമാണ് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ ഇതിനെല്ലാം എതിർക്കുന്നുണ്ട്. കാരണം പത്മകുമാറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദം. എന്തായാലും ഈ ജാമ്യ ഹർജിയിൽ ഇനി വരുന്ന ഈ 30-ാം തീയതി വിധി പറയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള ശ്രീകുമാറിനെ അടക്കം കഴിഞ്ഞ ദിവസം ഈ വിജിലൻസ് കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തിരുന്നു. ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അതായത് വരുന്ന ദിവസങ്ങളിൽ മറ്റ് അംഗങ്ങളിലേക്ക് അടക്കം ഈ അന്വേഷണം പോകും. അതേസമയം തന്നെ പത്മകുമാറിനെതിരെയാണ് ഈ ദേവസ്വം ബോർഡിലെ മറ്റ് അംഗങ്ങളുടെ മൊഴി ഉള്ളത്. അതായത് SITക്ക് നൽകിയ മൊഴിയിലടക്കം ഈ പത്മകുമാർ, അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ഒപ്പുവച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് ഈ ചെമ്പെന്നുള്ളത് അടക്കം തിരുത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളടക്കം മൊഴി നൽകിയിട്ടുള്ളത്. അതൊക്കെ തന്നെ പത്മകുമാറിന് വീണ്ടും കുരുക്കാവുകയാണ്. ഈ സമയത്ത് തന്നെ മറ്റൊരു കാര്യം, അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി. അതായത് പത്മകുമാർ എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്. അത്തരത്തിൽ ഒരു സമ്മന്നതനായിട്ടുള്ള നേതാവിൻ്റെ അറസ്റ്റോടുകൂടി തന്നെ ഇനി ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ള ഒരു ആശങ്ക CPMനുണ്ട്. അതോടൊപ്പം തന്നെ ED അന്വേഷണത്തിനെ അടക്കം എതിർക്കുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാരണം ഇനി മന്ത്രിമാരിലേക്ക് അടക്കം ഈ അന്വേഷണം നീങ്ങുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഏജൻസികളുടെ അന്വേഷണം അടക്കം, കേന്ദ്ര ഏജൻസികളുടെ വരവടക്കം ഇവരൊക്കെ തന്നെ എതിർക്കുന്നത്. എന്തായാലും മറ്റ് നടപടികളിലേക്ക് അടക്കം വിജിലൻസ് കോടതി കടക്കുകയാണ്. ശരി മനോജ്.